ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ്ങിലാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു 3 ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ആ വെള്ളം ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഏലയ്ക്ക, 2 ചെറിയ കഷ്ണം പട്ട, 2 ചെറിയ ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ. നമ്മുടെ ചോറിന് ഉപ്പില്ലായെങ്കിൽ ടേസ്റ്റ് ഇല്ല കേട്ടോ. നമ്മൾ റൈസ് വെക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി സ്റ്റീം വന്നു കഴിയുമ്പോൾ നമുക്കിത് വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. വെയിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ആ സമയത്തിനുള്ളിൽ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് വേകുമ്പോൾ നമുക്ക് മുട്ട കറിക്ക് വേണ്ടിയിട്ട് നമ്മളത് നമ്മുടെ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ഒരു 4 സവോളയും കൂടിയാണ് ഞാൻ ഇതിനകത്ത് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബിരിയാണിക്ക് ആകുമ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് വേണമല്ലോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണം. അതാണ് ഞാൻ 4 മുട്ടയുള്ളെങ്കിൽ ഒരു 4 സവോള തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ ഇത്രയൊന്നും സവോള വേണ്ടല്ലോ, 4 മുട്ടയ്ക്ക്. അപ്പോൾ ഇത് ഞാൻ ഒരു 4 വലിയ ഒരു സവോള തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളയിലേക്ക് നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പല്ല ഇത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ടല്ല, കറിക്ക് വേണ്ടി എത്രയാണോ വേണ്ട അത്രയും ഞാൻ ഉപ്പ് ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വഴന്നൊക്കെ വരുമ്പോൾ അത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അത് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോഴാണെങ്കിലും ഇടുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഈ സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കണേ. ഇത് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നാലേ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ചൊരു 10-15 എണ്ണം കാണും കേട്ടോ നമ്മുടെ കുരുമുളക് ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കുകയാണ്. പൊടികൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ മൂത്ത് വരണം. നമ്മുടെ ഈ ബിരിയാണിക്ക് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് പോലെ അത്രയും നമ്മൾ മൂത്താൽ പോരാ, അതിനേക്കാൾ ഇത്തിരിയും കൂടി നന്നായിട്ട് നമുക്ക് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാലേ ആ ഒരു നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ആവശ്യമാണ് കേട്ടോ. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ലൂസാകാനും പാടില്ല കേട്ടോ. ഒരു തിക്കായിട്ടുള്ളൊരു ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ച് വേണം, നമ്മുടെ എടുക്കണ സാധനങ്ങളുടെ അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ കേട്ടോ. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ടയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഈ മുട്ടയിലേക്ക് നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനൊന്ന് വരഞ്ഞിട്ടൊന്നുമില്ല, ഇനി വരയണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ വരയാതെ വെച്ചാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഒന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊന്ന് കയറണമെങ്കിൽ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട ഒക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ദം ചെയ്തെടുക്കുകയാണേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ
വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുക്കറിലേക്ക് എല്ലായിടത്തേക്കും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ റൈസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു ഒരു 2-3 ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ അത് ആദ്യത്തെ ലെയറിലേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മുട്ട കുറച്ച് ഗ്രേവിയും കൂടി നമ്മൾ നന്നായിട്ട് എല്ലായിടത്തേക്കും നമ്മളൊന്ന് സ്പ്രെഡാക്കി ഇതിന് ശേഷമാണ് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ചോറും കൂടി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് ചോറ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഗ്രേവി മാത്രം നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഗ്രേവി നമ്മൾ നന്നായിട്ട് തന്നെ ഈ സെക്കൻഡ് ലെയറിലേക്ക് നമ്മൾ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് നെയ്യും അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ലെയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് പിന്നീട് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചോറിട്ടതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞ നമ്മൾ ഇത്തിരി പാലിൽ കലക്കിയിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്ന് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അത് നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇത് കയറ്റി വെച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാഷ്യൂനട്ടോ കുറച്ച് പിന്നെ നമ്മുടെ കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മൂപ്പിച്ചിട്ടേക്കണം കേട്ടോ. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ പെട്ടെന്നൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല, എന്നാലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് വെച്ചോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ബിരിയാണിക്ക്. ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട്, ഒന്നും വേറെ ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ തന്നെ ഒരു അച്ചാറോ ഒന്നും ഇല്ലാതെ തന്നെ വെറുതെ ആണെങ്കിൽ നമുക്കിത് കഴിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്തിരി എന്താണ് സവോളയൊക്കെ ഒന്ന് ഞെരടി ഇത്തിരി ഉപ്പും തൈരും ഒക്കെ ഒഴിച്ച് നമ്മൾ ആ ഒരു സലാഡൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും നല്ലതാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.